ഇന്ന് രാവിലെ മുതൽ തന്നെ നീച്ചപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലുള്ള എൻ്റെ ഈ ഒരു മേക്കപ്പ് ഏരിയ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പുറമേ ഇങ്ങനെ കാണുമ്പോൾ നല്ല സൂപ്പറായിട്ട് തോന്നും, പക്ഷെ അതൊന്ന് തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. സോ ഈ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം ഇതൊക്കെ റെഡിയാക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കണം. ഈ സാധനങ്ങൾ മാറ്റി വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ ഗംഗയായി പോയോ എന്നൊരു സംശയമില്ലാതില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി ഈ കണ്ടമാന സാധനങ്ങളൊക്കെ നേരെ തിരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. ഇതൊക്കെ എൻ്റെ പണി സാധനങ്ങളാണ് രാജാവേ എന്നുള്ളൊരു ഡയലോഗാണ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഡയലോഗൊക്കെ അവിടെ വെക്കട്ടെ, നമുക്ക് നേരെ നമ്മുടെ പണി തുടങ്ങാം. ഇത് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ട്രേസ് ആണ്. ഇതിൽ 8 പീസസോളം വരുന്നുണ്ട്. അതിൽ കുറച്ച് ഞാൻ എൻ്റെ സാധനങ്ങളും എൻ്റെ മെയിൻ സാധനങ്ങളായ കുറച്ച് ലിപ്സ്റ്റിക്കും ഒക്കെ ഓർഗനൈസ് ചെയ്ത് ആ ഒരു ഡ്രോയർ നമ്മൾ സെറ്റാക്കി. പിന്നെ ഇതാ കാണുന്ന ഈ ഒരു ബോക്സ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇയറിങ്സ് സെറ്റാക്കി വെക്കാൻ പറ്റും. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മുടെ സ്പേസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് ഒരു ബോക്സ് പോലെ ആവും. നല്ല അടിപൊളി സാധനമല്ലേ. എന്തായാലും ഞാൻ ഈ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ സെറ്റാക്കി. ഇനി എൻ്റെ വലിയ വലിയ ഇയറിങ്സ് എന്ത് ചെയ്യും, അതിനുള്ളതാണ് ഈ ഒരു ബോക്സ്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 30 ചെറിയ ചെറിയ ബോക്സസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഇയറിങ്സ് ഒക്കെ സെറ്റാക്കി വെച്ചു. ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടേലും പോകുമ്പോൾ തപ്പി തരേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ട് എടുക്കാം. പിന്നെ എൻ്റെ ബാംഗിൾസ്, എനിക്കങ്ങനെ ഒരുപാട് ബാംഗിൾസ് ഒന്നും ഇല്ല, എന്നാലും ഉള്ളത് വൃത്തിയായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അതൊക്കെ റെഡിയാക്കി. കുറച്ചുള്ള ട്രേസ് ഇതിലും വെച്ചിട്ട് ആ ഒരു ഡ്രോയറും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഈ ഒരു ബാംഗിൾസ് ഈ ഒരു കുഞ്ഞു ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതും റെഡിയാക്കി. അങ്ങനെ ആ ഇയറിങ്സിൻ്റെ ബോക്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ഡ്രോയറും റെഡിയാക്കി. ഇനി എൻ്റെ വാച്ചസ് ഒക്കെ സെറ്റാക്കണം. ഈ ഒരു സാധനം എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ എൻ്റെ വാച്ചസ് ഒക്കെ വെച്ച് ഇങ്ങോട്ട് സെറ്റാക്കി കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഈ വാച്ചസിൻ്റെ ബോക്സും ബാംഗിൾസിൻ്റെ ബോക്സും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് ഈ ഒരു ഡ്രോയറും സെറ്റാക്കി. പ്രൊഡക്ടിവിറ്റി കൂടിയതുകൊണ്ട് തന്നെ ഇതിങ്ങോട്ട് കഴിയാനായപ്പത്തിന് ഞാനൊരു വാത്തുക്കായി, ഒന്നും പറയാനില്ല. ഇപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എൻ്റെ എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്ന് അറിയോ. പ്രൊഡക്റ്റീവ് ആവാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയും ആ ഒരു ആഗ്രഹം അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ.